ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതിലൂടെ 3 പച്ചമുളകും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് വെക്കണം. ഇനി 2 ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയ ശേഷം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ബീറ്റ്റൂട്ടെല്ലാം നല്ലപോലെ വെന്ത് ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അധികം വെള്ളമില്ലാതെ ഇതുപോലെ വേണേൽ അരച്ചെടുക്കാൻ. ഇനി വെന്ത ബീറ്റ്റൂട്ടും തേങ്ങയുടെ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് ആ അരപ്പൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് കട്ട ഒഴിച്ച പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി ഇത് തൈരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇവിടെ ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂത്ത് വരുമ്പോൾ അതുകൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ സദ്യക്ക് വിളമ്പാൻ പറ്റിയ പച്ചടി ഇവിടെ തയ്യാറായി കേട്ടോ.